തുണി ആ കട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സമയം എന്നെ ഒന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അത് ചെയ്ത് അത് കൊണ്ടുവന്നിട്ടിട്ട് പേരടിച്ചു വാര്. ഓ, എന്തിനാണ് ഇത്രയും ജോലി ചെയ്യിപ്പിക്കുന്ന മനുഷ്യനെ കൊണ്ട്? അങ്ങ് തിന്നാ മതി. ജോലി ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പറ്റൂല. അമ്മ എവിടെ തൂക്കേണ്ടേ? എന്റെ തലയില് എവിടെ തൂക്കണ്ടേന്ന് അറിയാൻ പാടില്ലേ? എല്ലാ സ്ഥലവും തൂത്തിട്ടേക്കുവാണ്. വീണ്ടും വീണ്ടും തൂക്കണം എപ്പോഴും. കാര്യം ചെയ്യയില്ല. ഓമന ചേച്ചി, ഇതേതാ ഈ ഫോട്ടോ ഇപ്പൊ എനിക്ക് അയച്ചു തന്നത്? അതെന്നെ ഗീതയുടെ മോളല്ലേ? ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞോ? ആ, അതാ ഞാൻ ആലോചിക്കണേ. ഏതാ ചെറുക്കൻ? ആടാ, ഓ, പഠിക്കാൻ പോയപ്പോ പണി പറ്റിച്ചല്ലോ എന്നിട്ട്. ആ ശരി ശരി ശരി. ആ അമ്പടി വരുന്നത്. ആ ശരി ശരി. ആ ഞാൻ നോക്കട്ടെ. കൊള്ളാട്ടാ. നമ്മള് ഫോൺ നോക്കണേനാണ് കുഴപ്പം. അമ്മയ്ക്ക് എത്ര നേരം വേണോ ഫോൺ നോക്കിയത്? ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മുഴുവൻ നല്ലോണം അടിച്ചു വാരിയിട്. നല്ലോണം അടിക്കാൻ പൊടിയൊന്നും ഇല്ല ഇവിടെ. ലില്ലി, എടി കണ്ടാ? ചേച്ചി, ഇതാ ഗീത ചേച്ചിയുടെ മോളല്ലേ? അത് തന്നെ. നിനക്ക് മനസ്സിലായല്ലേ? പിന്നെ മനസ്സിലാവത്തില്ലേ? ഇതേതായി ചെറുക്കൻ? ആരാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഓമന ചേച്ചി പറഞ്ഞത് തമിഴൻ ഏതാണ്ടാന്നാ തോന്നണേന്ന് പറഞ്ഞു. എന്റെ ദൈവമേ. ഓ ചേച്ചി, ഇത് ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ചേച്ചി. ആണല്ലേ? ചേച്ചിക്ക് തോന്നിട്ടില്ല ആ പെണ്ണിന്റെ നടപ്പും ഭാവം കണ്ടപ്പോ? എനിക്ക് ആ പെണ്ണിന്റെ നടപ്പും ഭാവം കണ്ടപ്പോഴല്ല, എനിക്ക് ഗീതയുടെ അഹങ്കാരം കാണുമ്പോഴായിരുന്നു. അഹങ്കാരം കുറഞ്ഞില്ല. അഹങ്കാരമായിരുന്നു. എന്റെ മോള് ഭയങ്കര പഠിപ്പുകാരിയാണ്, അവക്ക് ഗവൺമെന്റ് ജോലി കിട്ടും, ആ അതങ്ങോട്ട് ഒതുങ്ങി കിട്ടി. ചേച്ചി ഇതിന്റെ കൂടെ ഒക്കെ എങ്ങനെ പോവാൻ തോന്നണേ ചേച്ചി? എന്തെങ്കിലും ഇപ്പോഴത്തെ പിള്ളേര് ഈ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കട്ടെ, ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും ആയാൽ മതി. എന്തായാലും നമുക്ക് മറ്റേ എൻ്റെ ആ ഗ്രൂപ്പിലോട്ടൊക്കെ ഇടാല്ലേ? ആ ഇടും. ചേച്ചി ഇത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയെന്നേ. ഗീത ചേച്ചിയുടെ മരുമോളും ഗീത ചേച്ചിയുടെ മോളെയും മരുമോനെയും കണ്ടാ?